ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു അവലിൻ്റെ ഉപ്പുമാവ് ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും ചെയ്യും. അവലുകൊണ്ട് നമ്മൾ പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കൂലേ. അവലിങ്ങനെ നനക്കും, പിന്നെ അവലുകൊണ്ട് ഒരു ഉണ്ട ഉണ്ടാക്കും, പിന്നെ പഴത്തിൻ്റെ ഉള്ളിൽ നിറക്കും, പല കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാകും. പക്ഷേ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടത് ഞാൻ മട്ട അവലാണ് എടുത്തിട്ടുള്ളത്. ഏത് അവലും എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 500ൻ്റെ അതിൽ നിന്ന് 250 ഗ്രാം ആവിലെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മാത്രം ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആ ഉപ്പ് എല്ലായിടത്തും ആവുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ ഉപ്പ് എല്ലായിടത്തും അല്ലെങ്കിൽ കുടഞ്ഞെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കിയപ്പോൾ തന്നെ ഉപ്പ് എല്ലായിടത്തും ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആവുന്നില്ലെങ്കിൽ കുടഞ്ഞിട്ടെടുക്കാം. അതിലേക്ക് പിന്നെ നമ്മൾ കുറച്ചീച്ച വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിക്കുക കേട്ടോ. ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത്. അപ്പം മുകളിലത്തൊക്കെ നല്ല നനയും, താഴത്തേക്കൊന്നും ആവില്ല. അപ്പോൾ താഴത്തെ അവലൊക്കെ എടുത്തിട്ട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചെടുത്ത് നനച്ചെടുക്കുക. അപ്പോൾ ഉപ്പും വെള്ളമൊക്കെ ഒന്ന് മിക്സ് ആവും. പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ പാനൊക്കെ ഇടുമ്പം അതിങ്ങനെ മൊരിഞ്ഞ് വരിക എന്നല്ലാതെ നമുക്ക് നനവൊന്നും ആയി കിട്ടൂലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു ഗ്ലാസ് ആ വെള്ളം മുഴുവനും ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇപ്പോൾ കടുക്, ഉഴുന്ന് പരിപ്പ് നിർബന്ധമാണ് കേട്ടോ. പിന്നെ ഞാനൊരു സവാളയാണ് ഇതാ കനം കുറച്ചിട്ട് അരിഞ്ഞിട്ടൊരു സവാള, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയും ഉഴുന്ന് പരിപ്പൊക്കെ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം കടുകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉഴുന്ന് പരിപ്പ് ഇങ്ങനെ ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉഴുന്ന് പരിപ്പ് ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ആ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ആകെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നല്ല എരിവുള്ളതായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ആൾക്കനുസരിച്ചിട്ട് അവലിലൊക്കെ എല്ലാത്തിലും മാറ്റം വരുത്തണം. അപ്പോൾ നമുക്ക് സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. സവാള നല്ല നമ്മൾ കറിക്കൊക്കെ വഴറ്റില്ലേ, ചിക്കൻ കറി അങ്ങനെയൊക്കെ അത്രയും ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ കടിക്കണം. അപ്പോൾ നമ്മൾ സാധാ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കടിക്കൂല, അതുപോലെ കണ്ടോ ഒന്ന് തളർന്ന് കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് അവലിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ട അവലൊക്കെ നന്നായിട്ട് പുതിർന്ന് വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ കണ്ടോ കുടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒഴിച്ചു കൊടുത്തതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എല്ലായിടത്തും ആ ഉള്ളിയുടെ ഒക്കെ ഒന്ന് ആയി കിട്ടണം. ഉള്ളിയും നമ്മൾ മൂപ്പിച്ചെടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് ആയി കിട്ടണം. ഒരു മിനിറ്റെങ്കിലും ഒന്ന് മാക്സിമം ആക്കി കൊടുക്കണം കേട്ടോ, മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഒരു അരമുറി, ഇത്രയും അവലിന് അരമുറി തേങ്ങ വേണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ തേങ്ങ ഉള്ളിയും ഉഴുന്ന് പരിപ്പൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റോളം വഴറ്റിയാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ അവിലൊക്കെ നന്നായിട്ട് നെരിഞ്ഞു പോകും, കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തേങ്ങ അതിൽ പിടിക്കുന്ന അത്രയും നേരം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ട നമ്മൾ അടിപൊളിയായിട്ടില്ല ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തണം, എന്നാലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ്.